അഡ്വക്കേറ്റ് അരുൺകുമാർ CPIM നേതാവ് ചേരുകയാണ്. അരുൺകുമാർ, കോൺഗ്രസിൻ്റെ ഹരിയാനയിലെ മഹിളാ കോൺഗ്രസിൻ്റെ ജനറൽ സെക്രട്ടറിയുടെ ഭർത്താവാണ് ഈ ഗൗരവ് കുമാർ. ഇദ്ദേഹം പറയുന്നു തനിക്ക് ഏതാണ്ട് 7 കോടിയോളം രൂപയാണ് നഷ്ടമായിരിക്കുന്നത്. കേരളത്തിലെ 2 പ്രമുഖ കോൺഗ്രസ് നേതാക്കൾ കൊടിക്കുന്നിൽ സുരേഷും അതുപോലെ തന്നെ KC വേണുഗോപാലും തന്നിൽ നിന്ന് പണം വാങ്ങിയിരുന്നു. സീറ്റ് കിട്ടാതെ വരുന്ന സാഹചര്യത്തിൽ ആ പണം തിരികെ ചോദിക്കുമ്പോൾ അതിനവർ തയ്യാറാകാത്ത സാഹചര്യത്തിലാണ് മാധ്യമങ്ങളെ അദ്ദേഹത്തിന് കാണേണ്ടി വന്നത്. ഒപ്പം തന്നെ പ്രിയങ്ക ഗാന്ധിക്കുമെതിരായി ആരോപണം അദ്ദേഹം ഉന്നയിക്കുകയാണ്. സീറ്റിന് വേണ്ടി പണം വാങ്ങുക, പിന്നീട് അത് നൽകാതിരിക്കുക. ഈ ആരോപണം നേരത്തെയും ഹരിയാനയെ സംബന്ധിച്ച് ഉയർന്നിരുന്നു. അവിടുത്തെ ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകൻ KC വേണുഗോപാലിനെതിരായ ചില വലിയ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. ഇത്തരത്തിൽ നിരന്തരമായ ആരോപണങ്ങൾ ഉയർന്നു വരികയാണ് ഈ കോൺഗ്രസ് നേതാക്കൾക്ക് എതിരെ. അരുൺകുമാർ, മനസ്സിലാക്കുന്നത് വളരെ ഗൗരവമായിട്ടുള്ള ആരോപണമാണ് DGPക്ക് നൽകിയിരിക്കുന്ന പരാതിയിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. ഒരു ജനാധിപത്യത്തെ തന്നെ അട്ടിമറിച്ച് തെരഞ്ഞെടുപ്പിൽ സീറ്റ് കിട്ടാൻ വേണ്ടി കോടിക്കണക്കിന് രൂപ കൈക്കൂലിയായിട്ട് മേടിക്കുക, അതിനുശേഷം ആ സീറ്റ് നിഷേധിക്കുക, എന്നിട്ട് പണം തിരിച്ചു കൊടുക്കാതിരിക്കുക. കോൺഗ്രസ് പോലുള്ള ഒരു പാർട്ടിയിൽ ഇത്തരത്തിൽ ഗുരുതരമായിട്ടുള്ള ആരോപണം പല ഘട്ടങ്ങളിലും ഉയർന്നു വന്നിട്ടുണ്ട്. ഏതായാലും പണം നഷ്ടപ്പെട്ട ഹരിയാന മഹിളാ കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയുടെ ഭർത്താവ് തന്നെ DGPക്ക് പരാതി കൊടുക്കുകയും അതോടൊപ്പം തന്നെ മാധ്യമങ്ങളോട് ഇതിന്റെ യാഥാർത്ഥ്യം വെളിപ്പെടുത്താൻ തയ്യാറായിരിക്കുന്നത് വളരെ ഗൗരവമായിട്ടുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് KC വേണുഗോപാലും കൊടിക്കുന്നിൽ സുരേഷും വർഷങ്ങളുടെ പാരമ്പര്യമുള്ള കോൺഗ്രസിന്റെ തലമുതിർന്ന നേതാക്കന്മാർ തന്നെയാണ്. നിലവിൽ MP ആണ്. അതുകൊണ്ട് അവർ കൃത്യമായി ഇതിന് മറുപടി പറയണം. അതുപോലെ AICCയുടെ നേതാക്കന്മാർ, പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഈ വിഷയത്തിൽ അടിയന്തരമായിട്ട് തന്നെ പ്രതികരിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് പ്രിയങ്ക ഗാന്ധിയുടെ പേര് കൂടി ഉൾപ്പെട്ടിരിക്കുന്നു. വളരെ ഗുരുതരമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് അഴിമതി, അതോടൊപ്പം തന്നെ ഗുരുതരമായിട്ടുള്ള ഒരു കൈക്കൂലി ആരോപണമാണ് വന്നിരിക്കുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇത് പുതുമയല്ല, എന്നിരുന്നാൽ പോലും വളരെ ഗൗരവമായി ആ പരാതിയുടെ ഉള്ളടക്കം ഇപ്പൊ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. പത്രസമ്മേളനം നടത്തി തന്നെ പണം നഷ്ടപ്പെട്ട മഹിളാ കോൺഗ്രസിന്റെ നേതാവിന്റെ ഭർത്താവ് തന്നെ കാര്യങ്ങൾ വെളിപ്പെടുത്തുന്ന ഒരു സാഹചര്യമുണ്ട്. ആ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾക്ക് മറുപടി പറയണം. പിന്നെ ഇതിലേത് പ്ലേസ് ഓഫ് ഇൻസിഡന്റ് എവിടെയാണ് എന്നതിൽ ഒരു തർക്കം ചിലപ്പോൾ ഉന്നയിക്കപ്പെട്ടേക്കാം. ഏതായാലും പണം കൈമാറിയത് കേരളത്തിൽ നിന്നുള്ള നേതാക്കന്മാർക്കാണ് എന്നതുകൊണ്ട് തന്നെ അവിടെ ബാങ്ക് വഴിയോ മറ്റു നേരിട്ടോ ആയിരിക്കാം. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു കേസ് രജിസ്റ്റർ ചെയ്യാനുള്ള ജൂരിസ്ഡിക്ഷൻ ഉണ്ടോ എന്നുള്ളതെല്ലാം അന്വേഷണ ഏജൻസിയാണ് പരിശോധിക്കേണ്ടത്. ഏതായാലും DGPക്ക് കിട്ടിയ പരാതി എന്ന രൂപത്തിൽ അത് ഗൗരവത്തോടെ തന്നെ പരിഗണിക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ ഗുരുതരമായ ആരോപണത്തിന് ആദ്യം തന്നെ കോൺഗ്രസ് മറുപടി പറയണം എന്നതാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്. ശ്രീ അരുൺകുമാർ, ഇതിന്റെ മറുവശം കൂടിയുണ്ട്. അതായത് രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് ഇത്തരത്തിൽ പണത്തിന്റെ സമ്പാദനത്തിനുള്ള ഒരു മാർഗമായി മാറ്റുന്ന ഒരുപറ്റം നേതാക്കളാണ് ഇപ്പോൾ കേരളത്തിലെ കോൺഗ്രസിന് നേതൃത്വം നൽകുന്നത് എന്നൊരു കാര്യം കൂടി ഉണ്ട്. അവർക്ക് ഭരണം വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് അവർ നിരന്തരമായി ഈ സംസ്ഥാനത്ത് പ്രചരണം നടത്തുന്നത്. ഇവരുടെയൊക്കെ കയ്യിലേക്ക് ഈ സംസ്ഥാനത്തിന്റെ ഏതെങ്കിലും തരത്തിലൊരു അധികാരം എത്തിയാൽ എന്തായിരിക്കും ഈ സംസ്ഥാനത്ത് സംഭവിക്കാൻ പോകുന്നത് എന്നതിൻ്റെ ഒരു മുന്നറിയിപ്പ് കൂടിയാണ് ഇപ്പോൾ ഈ ഗൗരവ് കുമാറിന്റെ വാർത്താ സമ്മേളനം. തീർച്ചയായും ജനാധിപത്യത്തെ പണാധിപത്യം കൊണ്ട് കീഴടക്കുന്ന സമകാലീന രാഷ്ട്രീയ സാഹചര്യത്തിൽ നിരവധി ഉദാഹരണങ്ങൾ നമ്മൾ കണ്ടു. അതിൽ BJPയും കോൺഗ്രസും തമ്മിൽ യാതൊരു വ്യത്യാസമില്ല. ഇപ്പോ ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിവാദങ്ങൾ ഉയർന്നു വന്നപ്പോഴും നമുക്കറിയാം, ഇലക്ട്രൽ ബോണ്ട് വാങ്ങിക്കാൻ ഇവർ പരസ്പരം മത്സരിക്കുകയാണ് ഉണ്ടായത്. ഒരു ഘട്ടത്തിൽ പോലും ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പല അഴിമതി പണവും, പ്രത്യേകിച്ച് ആരാണോ ഇലക്ട്രൽ ബോണ്ട് കൊടുക്കുന്നത് അവർക്ക് ഫേവറായിട്ട് അധികാരത്തിൽ വന്നാൽ ചെയ്യേണ്ടി വരും എന്ന വസ്തുത നിലനിൽക്കുമ്പോൾ പോലും ഇവർ ഇലക്ട്രൽ ബോണ്ടിനെ തള്ളി പറഞ്ഞില്ല. പരസ്പരം പരമാവധി ബോണ്ട് കൈപ്പറ്റാൻ വേണ്ടിയിട്ടുള്ള മത്സരമാണ് സംഘടിപ്പിച്ചത്. CPM ആണല്ലോ 1 രൂപ പോലും ഞങ്ങൾക്ക് ഇലക്ട്രൽ ബോണ്ട് വേണ്ട എന്ന് പറഞ്ഞ് നിയമ പോരാട്ടം നടത്തിയത്. പിന്നെ അടുത്ത കാലത്ത് പല രൂപത്തിൽ രാഷ്ട്രീയ പാർട്ടികളെ വെളുപ്പിച്ചെടുക്കാൻ, നേതാക്കന്മാരെ കൂറുമാറ്റിക്കാൻ, അതുപോലെ അടിയന്തര അവിശ്വാസ പ്രമേയങ്ങളിൽ വിജയിക്കാൻ ഒക്കെ വലിയ തരത്തിൽ ജനാധിപത്യത്തെ തകർത്ത് പണാധിപത്യത്തിന് നേതൃത്വം കൊടുക്കുന്നതിൽ കോൺഗ്രസും BJPയും പരസ്പരം മത്സരിക്കുന്നതാണ് നാം കണ്ടത്. അതുപോലെ തന്നെ സ്ഥാനാർത്ഥി നിർണയം വരുന്ന ഘട്ടങ്ങളിലെല്ലാം വലിയ തരത്തിൽ പണമുള്ളവർ, ഇപ്പൊ തൃശ്ശൂര് തന്നെ മേയർ ആകുമെന്ന് പ്രതീക്ഷിക്കപ്പെട്ട കോൺഗ്രസിന്റെ ഒരു വനിതാ നേതാവ് പൊട്ടിത്തെറിച്ചുകൊണ്ട് അവർ പറഞ്ഞില്ലേ, എനിക്ക് പണമില്ലാത്തത് കൊണ്ടാണ് എന്നെ മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കാത്തത്. ഒരാഴ്ച മുമ്പ് DCC പ്രസിഡന്റ് വിളിച്ചിട്ട് പറഞ്ഞു, തെരഞ്ഞെടുപ്പിൽ നിയമസഭാ തെരഞ്ഞെടുപ്പാണ് വരാൻ പോകുന്നത്, അതുകൊണ്ട് പണം തന്നെയാണ് കാര്യം, പണമുണ്ടെങ്കിൽ മേയറാക്കാം. കോടികളുമായിട്ട് വന്ന ആൾക്ക് മേയർഷിപ്പ് കൊടുത്തു എന്ന് വളരെ പ്രധാനപ്പെട്ട 3 തവണ തുടർച്ചയായിട്ട് കൗൺസിലറായിട്ടുള്ള വനിതാ നേതാവ് തന്നെ വെളിപ്പെടുത്തിയ സാഹചര്യം നമ്മുടെ മുന്നിലുണ്ട്. അതുപോലെ മറ്റു പല കോർപ്പറേഷനിലും മുനിസിപ്പാലിറ്റികളിലും എല്ലാം നമ്മൾ കണ്ടതാണ്. ഇപ്പൊ കോൺഗ്രസിനെ ഭരിക്കുന്നത് ഈ പണാധിപത്യം തന്നെയാണ്.
അവിടെ ജനാധിപത്യം മരിച്ചിരിക്കുന്നു എന്നത് തെളിയിക്കുന്ന ഏറ്റവും വലിയ തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വന്നത്. അതുകൊണ്ട് ഇപ്പോൾ എങ്ങനെയാണ് ശബരിമലയുമായി ബന്ധപ്പെട്ടുകൊണ്ടെല്ലാം സ്വർണം കട്ടയാളും സ്വർണം വാങ്ങിയ ആളും സ്വർണം ഉരുക്കിയെടുത്തയാളും എല്ലാം സോണിയാഗാന്ധിയുടെ ഇടത്തും വലത്തും വന്നത് 2 തവണ നമ്പർ 10 ജനപഥയിലെത്തി സോണിയാഗാന്ധിയുടെ കയ്യിൽ എന്താണ് കെട്ടിക്കൊടുത്തത്, എന്താണ് പൊതി കൊടുത്തത് എന്നൊക്കെ ചോദ്യം ചോദിക്കുമ്പോഴും ഈ പണാധിപത്യത്തിന്റെ ഒരു വലിയ തരത്തിലുള്ള ഇടപെടൽ നമ്മൾ കാണുകയാണ്. ഇതിന് കോൺഗ്രസ് കൃത്യമായി മറുപടി പറഞ്ഞേ പറ്റൂ. കാരണം അത്ര ഗൗരവമായ ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് കോൺഗ്രസിന്റെ തന്നെ മഹിളാ കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയുടെ ഭർത്താവ് ഉന്നയിച്ചിരിക്കുന്നത്. ശ്രീ അരുൺകുമാർ, താങ്കൾക്ക് തോന്നുന്നുണ്ടോ നമ്മുടെ മാധ്യമങ്ങൾ ഈ വിഷയം ഒരു ചർച്ചയാക്കുമെന്ന്? ഇപ്പോൾ തെലങ്കാനയിൽ നിന്നാണ് പരസ്യം കേരളത്തിലേക്ക് വരുന്നത്. തെലങ്കാന സർക്കാരാണ് ഇപ്പോൾ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് വലിയ തോതിൽ പരസ്യം നൽകുന്നത്. ഈ ബന്ധങ്ങൾ അങ്ങനെ അങ്ങ് പോവുകയാണ് സംസ്ഥാനങ്ങൾ കടന്ന്. അപ്പോൾ പണത്തിന്റെ വല്ലാത്തൊരു സ്വാധീനം എല്ലാ മേഖലയിലും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പക്ഷേ അതൊന്നും ചർച്ചയാകാൻ പോകുന്നില്ല അരുൺകുമാർ. അത് ശരിയാണ്. കാരണം മാധ്യമങ്ങൾ തന്നെ തീരുമാനിക്കും എന്ത് ചർച്ചയാകണം എന്ത് ചർച്ചയാകണ്ട എന്നത്. പക്ഷേ ഗുരുതരമായ ഈ ആരോപണങ്ങൾ വന്നിരിക്കുന്ന സാഹചര്യത്തിൽ അവർക്ക് ഇത്തരം വിഷയങ്ങൾ ചർച്ചയാക്കാതിരിക്കാൻ കഴിയില്ല. കാരണം ഏതായാലും സംസ്ഥാനത്ത് DGP ആ പരാതി അങ്ങോട്ട് ഫോർവേഡ് ചെയ്താൽ അതനുസരിച്ച് തുടർ നടപടി സ്വീകരിക്കേണ്ടി വരുമല്ലോ. അതനുസരിച്ച് ഏതായാലും എത്ര മാധ്യമങ്ങൾ മറച്ചുവെക്കാൻ ശ്രമിച്ചാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിയമ നടപടികൾ മുന്നോട്ട് പോകേണ്ടി വരും. കോൺഗ്രസ് ഇതിന് മറുപടി പറഞ്ഞേ പറ്റൂ. നന്ദി അഡ്വക്കേറ്റ് അരുൺകുമാർ പ്രതികരിച്ചതിന്.